വീണ്ടും എല്ലാവർക്കും നൗറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ തന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടെ ലൈക്ക് കൂടി അടിക്കണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഇതിലേക്ക് 2 ലെയറിൽ ചേർക്കുന്നതായിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള കാരമൽ തയ്യാറാക്കിയെടുക്കണം. കാരണം ഇത് ചൂടാറണം, എന്നിട്ടേ നമുക്ക് കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഇത് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ സാധാരണ കാരമൽ ഇതെടുക്കുന്ന പോലെ വെള്ളം ചേർക്കാതെ മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ലോണം മെൽറ്റായി വരണം. ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ഒരു ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് മെൽറ്റാക്കണം. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കുക, ഫ്ലെയിം കൂട്ടി വെക്കരുത്. ചെറിയ തീയിലിട്ടിട്ട് വേണം മെൽറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പഞ്ചസാര നല്ലോണം ഉരുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന പോലത്തെ ആ ഒരു നിറത്തിൽ വരുമ്പോൾ നമ്മളിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാരമൽ അവിടെ റെഡിയായി. ഇനി ഇതിലേക്കുള്ള പൈനാപ്പിളിൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് പഞ്ചസാരയും ഒരു 1/4 ഗ്ലാസോളം വെള്ളവും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പുളി അതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലോണം നമുക്ക് ഇളക്കിയിട്ട് ഒരു നൂൽ പരുവത്തിലായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞെടുത്ത പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ ചെറിയൊരു പീസ് ബട്ടർ കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് ചെറിയൊരു പീസ് പട്ട ചേർത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിതിലേക്ക് പട്ട ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് നമ്മളതിലെ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി, പൈനാപ്പിളും അത്യാവശ്യം വെന്ത് നല്ലൊരു ഇതിലായിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ ചെയ്ത സോസും രണ്ടും നല്ലോണം ചൂടാറിയിരിക്കണം. അതുകൊണ്ട് ഇത് ആദ്യം തന്നെ ഇത് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് നിൽക്കരുത്. അപ്പോൾ പിന്നെ നമ്മൾ ചൂടാറിയ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ടൈം പിടിക്കും. ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കേക്കിൻ്റെ പെർഫെക്ഷനും പോവും. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുക്കറിൽ ആദ്യം ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറൊന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക. എന്നിട്ടാണ് നമ്മൾ കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിരിക്കണം. ഇതിനെ നന്നായിട്ട് ആദ്യം ലോ ഫ്ലെയിമിലിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലേക്കാക്കിയിട്ട് നല്ലോണം പതപ്പിച്ചെടുക്കുക കോഴിമുട്ടയെ. പിന്നെ സാധാരണ കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇതിനുള്ള കേക്ക് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ വാനില കേക്കിനൊക്കെ തയ്യാറാക്കുന്ന പോലെ ബീറ്റർ കൊണ്ട് നല്ലോണം പതപ്പിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മുട്ട പതഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്തു. അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്യുക. ഈ ബീറ്റ് ചെയ്ത് പതപ്പിക്കുന്നിടത്താണ് നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ലോണം ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ആ മൈദയിൽ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലോണം മിക്സാക്കി വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ട് നല്ലോണം ചേർത്ത് കൊടുക്കുക. ഈ ഒരു രൂപത്തിൽ ഇതിനെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മുട്ട പതപ്പിച്ചതിൻ്റെ ശേഷം പിന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് മൈദ നല്ലോണം അതിലേക്ക് മിക്സാക്കി എടുത്തിട്ടുള്ളത്, പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇനി നമുക്കിതിനെ കേക്കിനെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളവിടെ ആദ്യം കുക്കർ നല്ലോണം ചൂടായിരിക്കണം. എന്നാൽ ആ ചൂടോടുക്ക് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ സാധാരണ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം റെഡിയാക്കുന്ന പോലെ തന്നെ ബട്ടർ പുരട്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി വെച്ചിട്ട് തൂവി കൊടുത്തതാണ്. ഇനി അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഈ മാവ് നമ്മൾ ഒരുപാട് അവിടെ നിറഞ്ഞു പോകുന്നു. നിങ്ങൾ ബേക്ക് ചെയ്യുന്ന പാത്രം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിറച്ച് വെക്കരുത്. ഒരു 1/4 ഭാഗമെങ്കിലും നിൽക്കുക. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തേക്ക് തള്ളും. അപ്പോൾ കേക്ക് നല്ലൊരു പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 1/4 ഭാഗത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ.
അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇതിൽ നിറച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിനെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. അതിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തട്ടി കൊടുത്ത ശേഷം നമ്മുടെ കുക്കർ നല്ലോണം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പതുക്കെ ഇറക്കി വെക്കുക. ബാറ്റർ അതിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ കൈ ചൂടാവുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് വരെയൊക്കെ വേവിച്ചെടുക്കാവുന്നതാണ്. സാധാരണ ചില ഗ്യാസിൻ്റെ ചൂടനുസരിച്ചിരിക്കും. എനിക്കിപ്പോൾ ഇതൊരു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് 45 മിനിറ്റോളമാണ് പിടിച്ചെടുത്തത്. ചിലവർക്ക് അതിൽ കൂടുതൽ വേണ്ടി വരും, ചിലത് പെട്ടെന്നാവും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആക്കിയാൽ മതി. അപ്പോൾ ഞാനിതുപോലെ തുറന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ കേക്കൊക്കെ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കുക. നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നല്ലോണം വെന്തിക്കുന്നത് മനസ്സിലാക്കാം. ഇനി നമുക്കിതിനെ ചൂടാറിയ ശേഷം വേണം പാത്രത്തിൽ നിന്ന് മാറ്റാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പതുക്കെ കത്തിക്കൊണ്ട് വിട്ടു കൊടുക്കുകയാണ്. എന്നാലും കത്തിക്കൊണ്ട് ശരിക്കും ആക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ചൂടാറിയതിൻ്റെ ശേഷം നല്ലോണം പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചൂടോടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടി പിടിച്ചു പോവും. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. നല്ലൊരു സ്പോഞ്ച് ആയിട്ടുള്ള കേക്ക് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിലേക്കുള്ള കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഈ കേക്കിനെ മുറിച്ചെടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കുക, കത്തി വെച്ചിട്ട് വേണമെങ്കിലും മുറിച്ചെടുക്കുക. ഞാനിതുവരെ ഒരു നൂല് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നൂല് വെച്ചിട്ടാവുമ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇതുപോലെ ഒരു തലക്കുന്ന് ചുറ്റിച്ചിട്ട് മറ്റേ തല കൂടെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിയില്ലാതെ തന്നെ നേരിട്ട് കിട്ടും. കേക്കിനൊട്ടും കേടില്ലാതെ തന്നെ നേരം പോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു രൂപത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. ഞാനതിനെ 3 ലെയറാക്കിയാണ് ചെയ്തത്. ഇനി ഞാൻ നേരത്തെ നമ്മൾ പൈനാപ്പിൾ തയ്യാറാക്കി വെച്ചിരുന്നു. പൈനാപ്പിൾ വേറെയും അതിൽ വന്നിട്ടുള്ള സിറപ്പ് വേറെയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സിറപ്പ് വെച്ചിട്ടാണ് നമ്മളിതിനെ ആദ്യം ഒന്ന് കോട്ടിങ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ കേക്ക് ഇതുപോലെ തയ്യാറാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇതുള്ളതുകൊണ്ട് അത് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഇതെല്ലായിടത്തും നല്ലോണം ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി നട്ട്സ് എന്തെങ്കിലും ഇതിൻ്റെ കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിതിൽ വിപ്പിംഗ് ക്രീം ചേർത്തിട്ടില്ല. ഇനി ഷുഗർ സിറപ്പ് ചേർത്തതിൻ്റെ ശേഷം വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ ഇതിടുക, അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് അടിയിൽ തയ്യാറായിട്ടുണ്ട്. ഞാനത് 3 എണ്ണം ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വീണ്ടും ചെയ്തതാണ്, 3 എണ്ണം ആക്കിയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ പൈനാപ്പിളിൻ്റെ ഇതൊക്കെ ബാലൻസ് വന്നപ്പോൾ ഞാനത് 3 സ്റ്റെപ്പാക്കി. അപ്പോൾ നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ ബാക്കി സിറപ്പ് കൊണ്ട് ഇതിൻ്റെ മുകളിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള പൈനാപ്പിൾ പീസസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. താഴെ ചെയ്ത പോലെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സിറപ്പ് ഇതിൽ ചേർന്ന് ആ കേക്കുമൊക്കെ ചേർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയർ ആയിട്ടുള്ളത് വെക്കുകയാണ്. അപ്പോൾ ഞാനത് മുറിച്ചപ്പോൾ കുറച്ചൊന്ന് ചെറുതായിപ്പോയി. അവിടെ നൂലിട്ട് മുറിക്കുമ്പോൾ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് വൃത്തിയിൽ ചെയ്യാൻ നോക്കുക. ഇത് പിന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള രൂപത്തിൽ പറയുന്നതാണ്. ഇനി അതല്ല സാധാരണ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഇവിടെ നല്ലോണം കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. തണുത്തിട്ട് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി അതിനെ നല്ലോണം അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേക്കിൽ. ഇത് നമ്മൾ ഏറ്റവും ടോപ്പിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇടയിലൊന്നും നമ്മളിത് ചേർക്കുന്നില്ല, ടോപ്പ് ലെയർ ആയിട്ടാണ് ഇതിനെ ചേർക്കുന്നത്. ഇനി ഇതുപോലെ ഞാൻ കുറച്ച് ബദാം സ്ലൈസസ് ഇതുമ്മേ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്താലും ഈ കേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി ഡെക്കറേഷൻ്റെ സമയത്ത് വേറെ നട്ട്സ് വേണമെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതുപോലെ സ്പൂണ് വെച്ചിട്ട് തന്നെ സൈഡൊക്കെ നല്ലോണം അതിലേക്ക് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഒരു സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ അതിൽ നിന്നും മാറ്റിയ സമയത്ത്, വെട്ടിയെടുത്ത സമയത്ത് ഞാൻ അതിൻ്റെ അടിഭാഗവും സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് കളഞ്ഞിരുന്നു. ആ ഒരു കളഞ്ഞ ഭാഗം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തു. ഞാൻ കൈകൊണ്ട് തന്നെ നല്ലോണം പൊടിച്ചെടുത്തതാണ്, മിക്സിയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അത് വെച്ചിട്ട് അങ്ങനെ സൈഡിലൊന്നിങ്ങനെ അതിൻ്റെ ആ പൊടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ കേക്കിൻ്റെ ഭാഗം വെട്ടിയത് ബാക്കി ഇരുന്നപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്തെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരമൽ പൈനാപ്പിൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് എങ്ങനെയാണ്, ഇതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആവും. നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രമിക്കുക, ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ടോപ്പിംഗ് ഒക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.